ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ചെമ്പനിപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ വർഷയുടെയും ശ്രുതിയുടെയും താലി പിരിച്ച് മാറ്റം ചടങ്ങ് നടക്കാനായിട്ട് ഒരുങ്ങിയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് അതിന് മുന്നോടിയായിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഈ ചടങ്ങിനെത്തുന്ന സമയത്ത് രവിയെയും അതുപോലെ സച്ചിയെയും ഉപദ്രവിക്കുവാനായിട്ട് മഹിമയും അതും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതെല്ലാം തന്നെ പാഴായി പോവാണ് കേട്ടോ. രവിയോടായിട്ട് മധുസൂദനം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ തന്നെ ഒരു കൂട്ടാളിയെ രവിയുടെ അടുത്തേക്ക് ചെന്ന് ഇട്ടതിന് ശേഷം ഇദ്ദേഹം രവിയുടെ അടുത്ത് വന്നിരിക്കുകയും കാലും കയറ്റി വെച്ചിട്ട് രവിയുടെ മുണ്ടിലേക്ക് ഇങ്ങനെ കാലും കൊണ്ട് തട്ടിക്കൊണ്ട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കട്ടെ. രവി പരമാവധി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമെങ്കിലും അയാൾ കാല് ഇങ്ങനെ പതുക്കെ ചേരിച്ചുകൊണ്ട് പിന്നെ രവിയുടെ ദേഹത്തേക്ക് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാഴ്ച അശോകനും കൂടെ നിൽക്കുന്ന അശോകനും കാണുകയാണ്. പെട്ടെന്ന് തന്നെ അശോകനെയും കൂട്ടിക്കൊണ്ട് രവി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകട്ടോ, ഒന്നും മിണ്ടാതെ തന്നെ. ഇതേ രീതിയിൽ തന്നെ നമ്മുടെ മഹിമയും സച്ചിയോടായിട്ട് ചെയ്യുന്നുണ്ട്. സച്ചി ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വേറൊരാൾ വന്ന് എടാ നീ ഇവിടെ നിൽക്കുമായിരുന്നു എന്ന് വെച്ചിട്ട് പുറത്തേക്ക് വന്ന് ഒരു ഒറ്റടി അടിക്കുന്നുണ്ട്. പിന്നീട് ആള് മാറിപ്പോയതാണെന്ന രീതിക്ക് അദ്ദേഹം അവിടുന്ന് പോവുകയാണ്. അതുകൂടാതെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സച്ചിയുടെ കാലിൽ പിടിച്ച് ചവിട്ടി മെരിക്കുന്നുണ്ട്. സച്ചിയാണെങ്കിൽ എഴുന്നേറ്റ് നിന്നിട്ട് എൻ്റെ കാലിൽ നിന്ന് മാറുക എന്ന രീതിക്ക് ആക്ഷൻ കാണിക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേ രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട്. രേവതി അദ്ദേഹത്തോട് പ്രതികരിക്കാൻ തുടങ്ങുന്ന സമയത്ത് സച്ചിയാണ് വേണ്ട ഒന്നും പ്രതികരിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഒതുക്കി നിർത്തുന്നത്. അങ്ങനെ പല രീതിക്ക് നമ്മുടെ രവിനെ സച്ചിയെ ഉപദ്രവിക്കുവാനായിട്ട് മധുവും മഹിമയും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതെല്ലാം തന്നെ പാഴായി പോവുകയാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യുമെന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം വർഷ തന്റെ കഴുത്തിലിട്ടുന്ന പൂമാല ഒരു കട്ടിലേക്ക് വെച്ചിട്ട് പുറത്തേക്ക് പോകണം. ആ ഒരു സമയത്തൊക്കെ തന്നെയാണ് റൂമിലേക്ക് രേവതി വരുന്നത്. മലയിൽ ഉടക്കി കിടക്കുന്ന വർഷയുടെ നെക്ലേസ് കാണുന്നത് കേട്ടോ. പെട്ടെന്ന് ഞാൻ നെക്ലേസ് എടുത്തിട്ട് വർഷയ്ക്ക് കൊണ്ടേ കൊടുക്കാൻ ഒരുങ്ങുന്ന സമയത്താണ് മധുസൂദനും മഹിമ അങ്ങോട്ടേക്ക് വരുന്നത്. അവർ വന്നിട്ട് രേവതി മനഃപൂർവ്വം വർഷയുടെ ആഭരണം മോഷ്ടിക്കാൻ ശ്രമിച്ചതാണ്, രേവതി കള്ളിയാണ് എന്ന രീതിക്കൊക്കെ പെരുമാറുകയാണ്. അതിനുശേഷം വളരെ സങ്കടത്തോടെ തന്നെയാണ് രേവതി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നത്. കരഞ്ഞുകൊണ്ട് വരുന്ന രേവതിയെ കാണുന്ന സമയത്ത് കാര്യങ്ങൾ സച്ചി തിരക്കുന്നുണ്ട്. അതിനുശേഷം എന്താ ഉണ്ടായെന്നൊക്കെ മധുസൂദനോടും മഹിമയോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ മനഃപൂർവ്വം തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അവസാനം സൈ കേട്ടതിന് നമ്മുടെ സച്ചി മധുസൂദനൊക്കെ രണ്ട് പൊട്ടിക്കുന്നുണ്ട്. അതിന് പൊട്ടിക്കുന്നതിന് കാരണം മറ്റൊന്നുമല്ല, രേവതി കള്ളിയാണെന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട് രേവതി മോഷ്ടിച്ച പണം കൊണ്ടാണ് കാറ് മേടിച്ചതെന്ന്. അത് മാത്രമല്ല മോഷ്ടിച്ച പണം കൊണ്ടാണ് സച്ചി വെള്ളം അടിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചിയുടെ കൺട്രോൾ ഫുള്ളും അങ്ങ് വിട്ടുപോകുന്നുണ്ട്. സച്ചി നല്ല കണക്കിന് തന്നെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് ശ്രീകാന്തും വർഷ അങ്ങോട്ടേക്ക് വരുന്നത്. ഇരുവർക്കും ഇടയ്ക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവുകയാണ്. കാരണം മധുസൂദൻ തല്ലുന്ന മാത്രമേ കണ്ടുള്ളൂ, അതിന് മുന്നേ തന്നെ എന്താണെന്ന് ഇരുവരും കാണുന്നില്ല. വന്നോടനെ തന്നെ വർഷ ചോദിക്കും നിങ്ങൾ എന്താ എൻ്റെ അച്ഛനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും മഹിമ ഓരോ കള്ളത്തിൽ, അതായത് മാന്യമായ രീതിക്ക് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, സച്ചി വന്നിട്ട് അച്ഛനെ തല്ലി എന്നൊക്കെ രീതിക്ക് പറയുമ്പോഴത്തേക്കും വർഷയ്ക്ക് ദേഷ്യം അടക്കാനാവുന്നില്ല. വർഷ ഇനി താൻ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിണങ്ങിക്കൊണ്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. വർഷ പോയിന്റ് തൊട്ട് പറയുന്നതിന് ശ്രീകാന്തിനോട് രവി പറയുന്നുണ്ട് വർഷയെ തന്നെ ഇവിടെ നിർത്തണ്ട, എന്തായാലും അവൾ വീട്ടിലേക്ക് വരുമ്പോൾ നീ അവക്കടെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ അവിടെ നിർബന്ധിച്ച് തന്നെ നിർത്താണ്. എന്തായാലും രണ്ട് തല്ലുകൊണ്ടാലും നമ്മുടെ മഹിമയുടെയും മധുസൂദന്റെ ഉദ്ദേശം അവിടെ നടക്കാണ്ട്. വർഷയും ശ്രീകാന്തും അന്നേ ദിവസവും മധുവിന്റെയും മഹിമയുടെ വീട്ടിലാണ് നിൽക്കാൻ പോകുന്നത്. എന്നാൽ പിറ്റേ നേരം പുലരുമ്പോൾ തന്നെ ശ്രീകാന്ത് തനിക്കിവിടെ നിൽക്കാനാകില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാൽ വീട്ടിലേക്കല്ല പോകുന്നത്, താൻ വർക്ക് ചെയ്യുന്ന ഹോട്ടലിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഈ ഒരു ചടങ്ങ് പ്രകാരം ലാഭം ഉണ്ടാവും നമ്മുടെ ശ്രുതിക്ക് മാത്രമായിട്ട്. ശ്രുതിയുടെ അച്ഛൻ വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ചടങ്ങിനിടയ്ക്ക് നമ്മുടെ ചന്ദ്രൻ മറന്നു പോകുന്നുണ്ട്. ബാക്കി എല്ലാവർക്കും പ്രശ്നങ്ങളാണ്. നമ്മുടെ രേവതിയുടെ സച്ചിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ശ്രീകാന്തിന്റെ വർഷയുടെ ഇടയ്ക്ക് പിണക്കം. അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു ചടങ്ങ് പ്രകാരം പ്രശ്നങ്ങൾ തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത്. എന്നിരുന്നാലും മഹിമയുടെയും മധുസൂദന്റെയും ലക്ഷ്യങ്ങളെല്ലാം തന്നെ അവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് വലിയ ആയുസൊന്നുമില്ലേ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് വരാനിരിക്കുന്ന ഭാഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.